കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചർച്ച് ഓഫ് ഗോഡിൻ്റെ 17ാമത് ഈ നാഷണൽ കോൺഫറൻസിൽ എനിക്ക് വന്ന് സംബന്ധിക്കുവാനും കർത്താവിൻ്റെ വചനം ശുശ്രൂഷിപ്പാനുമായി ലഭിക്കുന്ന ഈ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ ഇവിടേക്ക് ക്ഷണിച്ച പ്രിയ എക്സിക്യൂട്ടീവ്സ്, കർത്താവിൻ ദാസൻ ഡോക്ടർ ജോ കുര്യൻ, ടീം എല്ലാവരോടുമുള്ള എൻ്റെ നന്ദിയും വന്ദനവും ഞാൻ ഈ സമയം പ്രകാശിപ്പിക്കുകയാണ്. ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അവസാനമായി ചിന്തിച്ച എൻ്റെ ചിന്തകൾ, എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുക എന്ന് പറയുന്നത്. There is no other dream, there is no other greater thing that I value. അവിടുന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് നടക്കുമ്പോൾ this is what I am made for, this is what I want to do, ആ ഒരു ചിന്തയാണ് എന്നെ ഭരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ വിളിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വരവോളം എൻ്റെ അവസാന ശ്വാസം വരെയും വിശ്വസ്തനായി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു എക്സ്പോസിറ്ററായി ആത്മനിറവോടെ പ്രവചന ശബ്ദം ദൈവസഭകളോട് വിളിച്ചു പറയുവാൻ എന്നെ തന്നെ ദൈവം മുമ്പാകെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹീതമായ ഒരു തീമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി നമ്മൾ ചിന്തിച്ചു തുടങ്ങി. എന്നാൽ ഇന്നലെ ഇല്ലാത്ത കുറേ അധികം ആൾക്കാർ ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ആ കുറിവാക്യങ്ങൾ വായിക്കുവാനായി ഞാൻ നിങ്ങളെ ഏവരെയും ക്ഷണിക്കുകയാണ്. റോമാലേഖനം 14-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യമാണ് കുറിവാക്യമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വാക്യഭാഗം. എങ്കിലും ഇന്നലെ ചെയ്തതുപോലെ ഒരു വാക്യം മുമ്പും 17 കഴിഞ്ഞിട്ടുള്ള അടുത്ത വാക്യവും ചേർത്ത് ആ 3 വാക്യങ്ങൾ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ വായിപ്പാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം വരുത്തരുത്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാകുന്നവനും തന്നെ. ഒരു പ്രത്യേക കാര്യം ഈ ലേഖനത്തോടുള്ള ബന്ധത്തിലും ഈ സഭയോടുള്ള ബന്ധത്തിലും ഞാൻ ഇന്നലെ പറഞ്ഞത് ആർക്കെങ്കിലും അത് ശ്രദ്ധിക്കാതെ പോയാൽ നഷ്ടപ്പെടരുത് എന്നുള്ള ആഗ്രഹത്തിൽ ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ. റോമിൽ ഒരു സഭ എന്ന് പറഞ്ഞാൽ അത് കേവല ഒരു സംഭവമായി നമുക്ക് ചിന്തിപ്പാൻ സാധ്യമല്ല. അന്നത്തെ അറിയപ്പെട്ടിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യം റോമ സാമ്രാജ്യം. ഇങ്ങനെയാണ് ഒരാൾ, പ്രസിദ്ധനായ ഈ ദേശക്കാരൻ, ആ റോമ സാമ്രാജ്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു സെന്റൻസ് ഞാൻ വായിക്കാം, അത് ശ്രദ്ധിക്കണമേ. While stand the Colosseum, റോമിലെ കൊലോസ്യങ്ങൾ നിൽക്കുമ്പോൾ റോം shall stand. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, when falls the Colosseum, Rome shall fall. തീർന്നില്ല. And when Rome falls, the world falls. ലോകം വീഴും റോം വീണാൽ. ലോകം മുഴുവൻ നോക്കുന്നത് ഈ സാമ്രാജ്യം, അതിൻ്റെ പ്രൗഢി, അതിൻ്റെ ഗാംഭീര്യത, അവിടുത്തെ കൈസർമാർ, അവരുടെ പാലസുകൾ, അവരുടെ സമ്പത്ത്, അവരുടെ ആ പ്രൗഢഗംഭീരമായ ജീവിതശൈലി. To be a Roman citizen was a big thing. ചിലർക്കത് ജന്മനാ കിട്ടി, ചിലരത് വിലയ്ക്ക് വാങ്ങി, ചിലർക്ക് മാസ്റ്റേഴ്സ് റിവാർഡായിട്ട് കൊടുക്കുന്ന ഒരു വലിയ കാര്യമാണ് ടു ബി എ റോമൻ സിറ്റിസൺ. ആ ഒരു വലിയ ദേശത്ത്, ആ ഒരു നഗരിയിൽ 1-ാം അധ്യായം 3-ാമത്തെ വാക്യം ഞാൻ ഇന്ന് ഒന്നുകൂടെ വായിച്ചപ്പോൾ ഞാൻ ചിന്തിക്കുക, പൗലോസ് ഇത് എന്താ എഴുതിയിരിക്കുന്നത്? റോമാലേഖനം 1-ന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. ഈ വലിയ സാമ്രാജ്യത്തിൽ ദേവനാണ് എന്ന് വിളിപേരുള്ള കൈസർ നിൽക്കുന്ന ആ നഗരത്തിൽ
60-70 പേരിരിക്കുന്ന കൊച്ചു കൂട്ടത്തെ നോക്കി പറയുക, നിങ്ങൾ ദൈവത്തിന് പ്രിയരും ദൈവത്താൽ വിളിക്കപ്പെട്ടവരുമാണെന്ന്. പ്രിയ ദൈവമക്കളെ, സാമ്രാജ്യ പ്രൗഢിയിലോ ആഡംബരങ്ങളിലോ അളക്കപ്പെടാത്തതാണ് ദൈവരാജ്യത്തിന്റെ സ്വാധീനവും ശക്തിയും. അത് ആരാൽ തിരഞ്ഞെടുക്കപ്പെട്ടുവെന്നും എന്തിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടും എന്നും ആരുടെ രക്തം മറുവിലയായി കൊടുത്തു എന്നതിൻ്റെയും ആശ്രയത്തിലാ നിൽക്കുന്നത്. ഇവർ എനിക്ക് പ്രിയപ്പെട്ടവരെന്ന് പറയുമ്പോൾ, ഈ സഭ ദൈവത്താൽ വിളിക്കപ്പെട്ടവരെന്ന് പറയുമ്പോൾ, ഇറ്റ് ഈസ് എ ബിഗ് തിങ്. അതൊരു വലിയ കാര്യമാണ്. നിങ്ങൾക്കറിയാമോ, ഗോസ്പൽ എന്നുള്ള വാക്ക് നമ്മളെപ്പോഴും അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സുവിശേഷം പറയണം, ബ്രദറെ പോയി സുവിശേഷം പറയണം, സുവിശേഷത്തിന്റെ ഒരു ലേഖനം എഴുതണം, ഇതൊക്കെ നമ്മൾ പറയും. ഗോസ്പൽ 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 എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ വേർഡ് അല്ല. ഇതിനു മുമ്പേ സുവിശേഷങ്ങളിൽ ആ വാക്ക് വരുന്നതിന് മുമ്പേ ഗോസ്പൽ ഉപയോഗിച്ചിരുന്നു. യുവാങ്കലിയോൺ, ഗുഡ് ന്യൂസ് എന്ന പദം പൊതുവെ മനുഷ്യർ ഉപയോഗിച്ചൊരു പദമാണ്. എന്തിനാ ഉപയോഗിച്ചതെന്ന് അറിയാമോ? കൈസർ സീസറിന്റെ, ജൂലിയസ് സീസറിന്റെ, ക്ലൗഡിയസിന്റെ, ഡൊമീഷ്യന്റെ ബർത്ത്ഡേ വരുമ്പോ എല്ലാവരും വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകും, യുവാങ്കലിയോൺ, ഗോസ്പൽ, നമ്മുടെ രാജാവിന്, നമ്മുടെ ദേവന് 1 വർഷം കൂടെ കിട്ടിയിരിക്കുന്നു, നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം. ഗുഡ് ന്യൂസ്. ആ പശ്ചാത്തലത്തിൽ പൗലോസ് പറയുക, ഈ സാമ്രാജ്യത്തിൽ നിൽക്കുന്നവരല്ല ദൈവത്തിന് പ്രിയർ, യേശു കർത്താവിനാൽ വിളിക്കപ്പെട്ട സഭയെ നിങ്ങളാ ദൈവത്തിന് പ്രിയർ. കാരണം നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന സുവിശേഷം ഈ ദേവന്റെ ബർത്ത്ഡേ അല്ല. നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന സുവിശേഷം നിങ്ങൾക്ക് വേണ്ടി മറുവിലയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത യേശു ക്രിസ്തുവിന്റെ രക്തവും വിമോചനവുമാണ് സുവിശേഷം എന്ന് പറയുന്നത്. എന്തൊക്കെ അവർക്ക് കാണാമായിരുന്നോ കേൾക്കാമായിരുന്നോ അതിൻ്റെ എല്ലാം റിയൽ മീനിങ് ആണ് പൗലോസ് ഈ ലേഖനത്തിൽ പറയുന്നത്. എക്ലീഷ്യ, കോൾഡ് ഔട്ട് വൺസ്, അവർക്കറിയാവുന്ന പദമാണ്. അതിനെ വെച്ചുകൊണ്ട് പൗലോസ് പറയുക, their assembly is different but this assembly is really pleasing to God. Their gospel is different, your gospel is different എന്ന് പൗലോസ് പറയുക. പക്ഷെ ഒരു കാര്യം, എക്കാലത്തെയും പോലെ നമുക്ക് പറ്റുന്നത് പോലെ അവർക്കും പറ്റിയിരുന്നു. കാലക്രമേണ ഈ ചർച്ച് റോമയിലുള്ള ദൈവസഭ 20 years ആയതേ ഉള്ളൂ. 60-70 വർഷമൊന്നും ആയില്ല, 20 വർഷമായതേ ഉള്ളൂ. സഭ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് ചോദിച്ചാൽ ആ 70 പേർക്ക് പല പല അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ സുവിശേഷം തത്തമ്മ പറയുന്ന പോലെ പറയും, യേശു കർത്താവ് എനിക്ക് വേണ്ടി എൻ്റെ പകരമായി മരിച്ചു, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു, ഇന്ന ദിവസം സ്നാനപ്പെട്ടു, ഇന്ന കുളത്തിലാ മുങ്ങിയത്, ഇതെല്ലാം പറയും. എന്നാൽ എന്തിന് താങ്കൾ രക്ഷിക്കപ്പെട്ടു? ദൈവത്തിന് സഭയെ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? എന്തിനാ ദൈവം ഈ രാജാവ് മനുഷ്യ വേഷത്തിൽ വന്ന് വീണ്ടെടുത്തത്? വലിയ തിട്ടം ഇല്ലാതായി. ആ തിട്ടം ഇല്ലാതായതിൻ്റെ പ്രശ്നം 14-ാം അധ്യായം, നമ്മുടെ കുറിവാക്യം കിടക്കുന്ന അധ്യായത്തിലാണ് ഉള്ളത്. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയെടുത്ത് ഞാൻ വായിച്ച് കണ്ടിന്യൂ ചെയ്യാം. ചാപ്റ്റർ 14 വേഴ്സസ് 2 and 5, 14-ന്റെ 2ഉം 5ഉം വായിച്ചാൽ what is the issue that church is going through എന്നതിൻ്റെ കൃത്യമായ ഒരു പിക്ചർ കിട്ടും ഈ 2 വേഴ്സസിൽ. The issue that Roman church in Rome is facing is about food. One group is saying we are veg, we will not take non-veg. The other group is saying we can eat anything because we are free in Christ. നോൺ-വെജുകാര് സ്ട്രോങ് ആണ്, അവരുടെ കൺവിക്ഷൻസ്, അവരുടെ യേശു കർത്താവിനെ കുറിച്ചുള്ള അറിവൊക്കെ ഭയങ്കരമാണ്. They are despising the weak. ആരാ വീക്ക്? വെജ് കഴിച്ചോണ്ടിരിക്കുന്നവരെ തുച്ഛീകരിക്കുകയാണ് അവർ. നേരെ തിരിച്ച് വെജ് ഭക്ഷണം ഭക്ഷിക്കുന്നവർ നോൺ വെജുകാരെ നോക്കി പറയുകയാണ്, they are judging them. ഇതാണോ പരിശുദ്ധാത്മാവ് വന്നാൽ നടക്കുന്നത്? ഇതെന്തോ കഴിപ്പായത്, ഇത് കഴിപ്പും കുടുപ്പേ ഉള്ളല്ലോ. ചർച്ച് 60 പേരേ ഉള്ളൂ, 70 പേരേ ഉള്ളൂ, ഇവർ തമ്മിലെല്ലാം ഭക്ഷണത്തെ തൊല്ലി വലിയ പ്രശ്നം. അത് മാത്രമല്ല, 2-ാം വാക്യത്തിൽ നിന്ന് 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ they are judging based on the importance of one day over the other.
ഒരാൾ പറയുക നമ്മുടെ യഹൂദ മതത്തിൽ ആ ദിവസം പ്രധാനപ്പെട്ടതാണല്ലോ, വി ഷുഡ് കണ്ടിന്യൂ ഒബ്സർവിങ് ദാറ്റ് ഡേ, ദാറ്റ് ഫ്രൈഡേ. ആ മറ്റുള്ളവർ പറയാ ദൈവത്തിന് എല്ലാ ദിവസവും ഒരുപോലല്ലേ, നമ്മൾ ബുധനാഴ്ച ആണെങ്കിലും പ്രാർത്ഥിച്ചാൽ എന്താ കുഴപ്പം? ഒരാളെ തുച്ഛീകരിക്കുന്നു, ഒരാളെ വിധിക്കുന്നു. ഇതാ പശ്ചാത്തലം. ആ രണ്ട് വാക്കുകൾ 14-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലും 10-ാമത്തെ വാക്യത്തിലും ആവർത്തിച്ച് കാണുന്ന പദമാണ്. ഈ ചർച്ചിന്റെ ഇഷ്യൂ എന്തെന്ന് പറഞ്ഞാൽ, അവർ അന്യോന്യം തിന്നുന്നവൻ തിന്നാത്തവനെ, ഇവിടെ ഇരിക്കുന്നവരെല്ലാം കൂടെ അടുത്ത പദം ഒന്ന് ഉറക്കെ പറയാമോ? തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത്, തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത്. ഡോണ്ട് ജഡ്ജ് ഹിം, ഡോണ്ട് ഡിസ്പൈസ് ദി അതർ. ഇത് തന്നെ 10-ാമത്തെ വാക്യത്തിലും. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? 14-ാം അധ്യായം 1 മുതൽ 12 വരെ എന്നുള്ളത് ഒരു ഖണ്ഡികയാണ്. ഇറ്റ്സ് വൺ പാരഗ്രാഫ്. അതുകൊണ്ട് ആ 12-ാമത്തെ വാക്യം തീരുമ്പോൾ ആകയാൽ എന്ന് പറയുന്ന ആ വാക്ക് ഒരു കൺക്ലൂഷനാണ്. ആരെയാ പൗലോസെ അഡ്രസ് ചെയ്യുന്നത്? താങ്കൾ ആരെയാ ഉന്നം വെച്ചിരിക്കുന്നത്? ചിലപ്പോൾ നമ്മൾ പറയത്തില്ലേ ബൈബിൾ ക്ലാസ്സോ പ്രസംഗമോ ഒക്കെ, ആരാണ്ടേ ഈ പുള്ളി ഉന്നിയിട്ടുണ്ട്. ആരെയാ പൗലോസ് ഇവിടെ ഉന്നിയിരിക്കുന്നത്? 14-ാമത്തെ അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ whom are you targeting? എന്തോ അതിന്റെ ഉത്തരം? ഇവിടെ ഇരിക്കുന്ന ഏത് കൊച്ചു കുഞ്ഞിനും ചിന്തിക്കാനുള്ള ആളോട് വായിപ്പിക്കുക. 14:1-12 whom is Paul targeting എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയും, I think he is not taking any sides. He is talking about liberals, he is talking about conservatives. രണ്ട് ഗ്രൂപ്പിനെയും ഒരുപോലെ പറയുന്നു, വിധിക്കരുത്, തുച്ഛീകരിക്കരുത്. പക്ഷേ 13-ൽ he is turning. എങ്ങോട്ടാ തിരിയുന്നത്? 14-ന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ, therefore another section begins here till verse 23. അതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ തീം കിടക്കുന്നത്, ദൈവരാജ്യം എന്നുള്ള ആ വലിയൊരു പദം. രണ്ടുപേരെയും ഒരുപോലെ 12 വാക്യങ്ങൾ പറഞ്ഞിട്ട് 13-ൽ ഈ വൃദ്ധനായ അപ്പോസ്തലൻ 25 വർഷത്തെ മിനിസ്ട്രി, ആ റിച്ച് എക്സ്പീരിയൻസ് ഉള്ള, ശരീരത്തിൽ ടയേർഡായിട്ടിരിക്കുന്ന, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ 3-ാം മിഷണറി യാത്രയുടെ അവസാന നിമിഷങ്ങളായി ഇത് എഴുതുമ്പോൾ തൻ്റെ മനസ്സിലിരിക്കുന്നത്, നോ, ഐ വാണ്ട് ടു ഗോ ടു ജെറൂസലേം, ദെൻ ഐ വാണ്ട് ടു ഗോ ടു റോം, ദെൻ ഐ വാണ്ട് ടു ഗോ ടു സ്പെയിൻ. ഇങ്ങനെ മിഷനാൽ ഹൃദയം ഇടിപ്പുള്ള ആള് പറയുക, I want to make them some things clear. കാരണം 12-ന്റെ 1 മുതൽ 12 വരെ വായിച്ചാൽ ഇവർക്ക് മനസ്സിലാകത്തില്ല. പിന്നെ 12-ൽ മാത്രം തീർന്നാൽ സഭയിലെ എന്തെങ്കിലും പ്രശ്നം കഴിയുമോ? അടുത്ത ആഴ്ച അവർ വന്ന് പറയും, കേട്ടില്ലായിരുന്നോ 3-ാം വാഴ്ച നിങ്ങളെക്കുറിച്ചാ പറഞ്ഞ 3-ാമത്തെ വാക്യം. അടുത്ത ആള് സാക്ഷ്യത്തിലൂടെ അടുത്ത വാക്യം പറയും, വിധിക്കരുതെന്ന് പറഞ്ഞ ആരെക്കുറിച്ചാ? താങ്കളോടാ പറഞ്ഞത്. തുച്ഛീകരിക്കരുതെന്നുള്ളതും വിധിക്കരുത്. ഈ പ്രശ്നം ഇവിടെ കഴിയാൻ പോകുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഭാവന ഞാൻ പറയുക, ആ നരച്ച തലയുള്ള, ആ ചുളുക്കമൊക്കെ ഉള്ള, എന്നാൽ ഉള്ളിൽ ദൈവശക്തിയുള്ള, ദൈവഭാരത്താൽ, ആത്മഭാരത്താൽ, കിങ്ഡത്താൽ പിടിക്കപ്പെട്ട, സുവിശേഷത്താൽ പിടിക്കപ്പെട്ട, ആത്മനിറവിനാൽ ഫുള്ളായി നിൽക്കുന്ന മനുഷ്യൻ പറയുക, therefore let us stop passing judgment on one another. എന്നിട്ട് ഒരു ഗ്രൂപ്പിലേക്ക് തിരിയുകയാണ്. താൻ പറയുന്നത് ഇങ്ങനെയാണ്, instead make up your mind not to put any, രണ്ട് വാക്കുകളുണ്ട്, stumbling block or obstacle in the way of brother or sister. പറയുക, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് വിധിച്ച് തുച്ഛീകരിച്ചിരിക്കുകയല്ലേ, ഇനി ശ്രദ്ധിക്കേണ്ടത് സഹോദരന് എന്തോ വരുത്തരുത്, ഇടർച്ചയോ തടങ്കലോ വെക്കാതിരിപ്പാൻ മാത്രം സൂക്ഷിച്ചാൽ മതി. അവരെന്തുവായിരുന്നു ഇത്രയും നാളും സൂക്ഷിച്ചത്? അവൻ കഴിക്കുന്നല്ലോ, അവനെ വിധിക്കാൻ പോവുക, ഇവനെ തുച്ഛീകരിക്കും. Forget about all that. You should be worrying about only one thing, not about them. You worry about yourself, whether your life is becoming a stumbling block, an obstacle on another person's path. You should be concerned about that.
ഇത് ആരോടാ പറയുന്നതെന്ന് എങ്ങനെ അറിയാം? 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ക്ലിയറാ. ഇത് സ്ട്രോങ്ങിനോടാണോ പറയുന്നത്, വീക്കിനോടാണോ പറയുന്നത്? 15-ാം വാക്യത്തിൽ പറയാ, നിന്റെ ഭക്ഷണ നിമിത്തം സഹോദരനെ വ്യസനിപ്പിച്ചാൽ. ഓ, എന്തൊരു ഇമോഷൻസ് അവിടെ ഉണ്ട് പൗലോസിന്റെ വാക്കുകളിൽ. നിന്റെ, കുറച്ചുകൂടെ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ, നിന്റെ സ്വാതന്ത്ര്യ നിമിത്തം, യു ആർ ഫ്രീ. You are eating whatever you want because of your conviction, your knowledge. Strong, ശക്തിയുള്ളവരോട് പറയുക, നിന്റെ ഭക്ഷണം കൊണ്ട്, നിന്റെ ആ രീതി കൊണ്ട്. പറയാനുള്ളത് എന്തുവാ? സ്ക്രിപ്ചറിൽ ഇതിനെക്കുറിച്ച് വാക്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞാനിത് ചെയ്യും. അന്ന് കേട്ടില്ലേ, എന്നെ വിധിക്കാൻ വരരുത്, ഞാനിങ്ങനെ തന്നെ ആയിരിക്കും. ആ സ്ട്രോങ്ങിനോട് പറയുക, സീ ദ വേ യു എക്സസൈസ് യുവർ ഫ്രീഡം. നിന്റെ ഭക്ഷണ നിമിത്തം സഹോദരനെ വ്യസനിപ്പിച്ചാൽ തീർന്നില്ല, നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല. എന്നിട്ട് പറയുക, ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട്. അടുത്ത വാക്ക് എന്താ? അടുത്ത വാക്ക്, നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത്. ഡോണ്ട് ഡിസ്ട്രോയ് ഹിം. അവനെ ഇല്ലാതാക്കരുത്. സ്ട്രോങ് ആളെ, ബിക്കോസ് ഓഫ് യുവർ ഫ്രീഡം, ബിക്കോസ് ഓഫ് യുവർ നോളജ്, ഡോണ്ട് ഡിസ്ട്രോയ് അനദർ ബ്രദർ. Don't put him in a place where he is mourning, weeping. He is not able to grow in Christ because of the way you have exercised your freedom. 13-ാമത്തെ വാക്യത്തിലെ ആ 2 പദങ്ങൾ കാണാതെ പോകരുത്. എന്തുകൊണ്ട് ഈ 2 പദം? Don't become a stumbling block, don't become an obstacle. ഇടർച്ചയോ തടങ്കലോ ആകരുത്. ഇടർച്ച എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന്റെ അർത്ഥം, നടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് കണ്ടില്ല കല്ല്. You tripped and fell. കാണാതെ, കണക്കുകൂട്ടിയല്ല പറഞ്ഞതോ ചെയ്തതോ, കണക്കുകൂട്ടിയല്ല എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറഞ്ഞതോ പ്രബോധിപ്പിച്ചതോ, പക്ഷേ പറഞ്ഞു കഴിഞ്ഞപ്പോ ആ കല്ലെ തട്ടി യങ്സ്റ്റേഴ്സ് വീണു, ആ കല്ലെ തട്ടി വേറൊരു ഫാമിലി വീണു. കണക്കൂട്ടി ചെയ്തതല്ല, ബട്ട് ഇറ്റ് ഹാപ്പൻഡ്. മറ്റ് പലർക്കും അത് ഇടർച്ചയായി മാറി. 2-ാമത്തെ പദമുണ്ടല്ലോ, ഒബ്സ്റ്റക്കിൾ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മൂലപദം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് എ ട്രാപ്പ്. നാട്ടിൽ ചൂണ്ടയിടത്തില്ലേ, രാത്രി വല്ലം പതുങ്ങിപ്പോയി ശബ്ദമില്ലാതെ ആരെങ്കിലും നടന്ന, അയ്യോ അത് കേൾക്കല്ലേ, ശബ്ദം വരല്ല, മീനെ കിട്ടത്തില്ല, പമ്മിയിരിക്കുക. ഇതാരീ ചൂണ്ടയി കൊത്തും. ചൂണ്ടയി കൊത്തുന്ന കാണുമ്പോ സ്ട്രോങ്ങിന് തോന്നുന്നത്, എവിടാടാ അതിന്റെ ഭക്തി? ഇതല്ലേ ഞാൻ അന്ന് പറഞ്ഞത്, ഇത്രയൊക്കെ ഉള്ളടാ നീ. സ്ട്രോങ് ഈസ് ആക്ടിങ് ഇൻ സച്ച് എ വേ, വീക്കിനെ താഴെ ഇടാൻ വേണ്ടി. ചിലത് ഡെലിബറേറ്റ് അല്ല, ചിലത് ഡെലിബറേറ്റ് ആയി സ്റ്റംബ്ലിംഗ് ബ്ലോക്കും ഒബ്സ്റ്റക്കിളുമായി മാറ്റുന്ന ഒരു സ്വഭാവം. ഞാൻ ചോദിക്കട്ടെ, ഇതിനെക്കുറിച്ച് യേശു വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇതെന്താ പൗലോസിന് ഇത്ര വലിയ കാര്യം? തിയോളജി പറഞ്ഞിട്ട്, വേദശാസ്ത്രം പറഞ്ഞിട്ട് 8-ാമത്തെ അധ്യായം കൊണ്ട് അങ്ങ് നിർത്തിയാ പോരെ? പരിശുദ്ധാത്മാവുണ്ട്, ആ അവകാശത്തിന്റെ അച്ചാരമായി സ്നേഹമുണ്ട്, എല്ലാമുണ്ട്, ആമേൻ പറഞ്ഞ് നിർത്തിയാ പോരെ? ചർച്ചിൽ 2 പേര് ഇടർച്ച ഉണ്ടാക്കുമ്പോ, തടങ്കൽ പാറ ഉണ്ടാക്കുമ്പോ, ചർച്ചിൽ 2 പേര് വിധിക്കുമ്പോ, തുച്ഛീകരിക്കുമ്പോ, നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ why are you worked up by all this? Just leave it, pastor, just leave it. അതുമല്ല, ഇപ്പം 14:13 ആരിലേക്കാ തിരിഞ്ഞിരിക്കുന്നത്? സ്ട്രോങ്, റോമയിലുള്ള ആ യവനായ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന മൈറ്റി സ്ട്രോങ് ബിലീവേഴ്സിലേക്ക് തിരിഞ്ഞിരിക്കുക. ദ വേ യു ആർ ആക്ടിങ് ഈസ് നോട്ട് ഹെൽപ്ഫുൾ. നിങ്ങൾ ഒബ്സ്റ്റക്കിൾ ക്രിയേറ്റ് ചെയ്യരുത്. ഈ യഹൂദന്മാര് സാമ്പത്തികം ഇല്ലാത്തവരാണ്. ദേ ആർ പുവർ ജൂയിഷ് ക്രിസ്ത്യൻസ്. ദ വേ യു ആർ ആക്ടിങ്, ഓൾ ദ റിച്ച് പീപ്പിൾ, യു ഷുഡ് നോട്ട് ബിക്കം എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്. യു ഷുഡ് നോട്ട് ക്രിയേറ്റ് an obstacle for this poor Jewish people എന്ന് പറയുമ്പോ മറ്റുള്ളവർ പറയും, എൻ്റെ സാറേ എന്തേലും അവസരം റോമിലോട്ട് വരാൻ ഉണ്ടായിരുന്നു. ആഗ്രഹമില്ലേ റോമിലോട്ട് വരാൻ?
ഇപ്പൊ ഈ 3rd മിഷണറി യാത്രയിൽ കൊരിന്തിലിരിക്കുന്നേ ഉള്ളൂ. റോമി വരിക എന്ന് പറഞ്ഞ ഒരു വലിയ കാര്യമല്ലേ? ഇവരെ പിണക്കിയാൽ 14:13 മുതൽ സ്ട്രോങ്ങിനെ വിളിക്കുന്നവരെ പിണക്കിയ നിന്റെ ആയുസ് നീ റോമി വരത്തില്ല, നിനക്കവര് വിസ തരത്തില്ല, നിനക്കവർ ഇൻവിറ്റേഷൻ തരത്തില്ല എന്ന് അന്നും പറഞ്ഞു കാണത്തില്ലേ ആൾക്കാർ പറഞ്ഞു കാണത്തില്ലേ? പാസ്റ്റർ പോൾ, എങ്ങനെ നിന്റെ മിഷൻ വർക്ക് നടക്കും? ഈ സ്ട്രോങ്ങിനെ നീ വേദനിപ്പിച്ചാൽ അവരോട് വ്യസനിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞാൽ just leave them, they are like this all this while എന്ന് പറയത്തില്ലേ? ഇന്നത്തെ പോലെ നമുക്ക് കൗൺസിലിംഗ് എടുക്കാൻ വരത്തില്ലേ? പാസ്റ്ററെ, കുറച്ചുകൂടെ പ്രസംഗിച്ച് പോകേണ്ട ആളാ, പുൾ യുവർ പഞ്ച്, ഷാർപ്നെസ് ഇത്തിരി കുറച്ചാൽ ഇറ്റ്സ് ഗുഡ് ഫോർ യു എന്ന് പറയത്തില്ലേ? ആ സ്ഥാനത്ത് അപ്പോസ്തലന്റെ ഒരു മറുപടിയേ ഉള്ളൂ, I cannot care less for what you think about me. ഞാൻ ശുശ്രൂഷിക്കുന്നത് ദൈവത്തിന്റെ മുമ്പിലാണെങ്കിൽ, ഒരു കൈസറിന്റെ മുമ്പിലല്ല. സകല സാമ്രാജ്യങ്ങളും സൃഷ്ടിച്ച എല്ലാ കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണമായ ദൈവത്തിന്റെ മുമ്പിലാണ് ഞാൻ ശുശ്രൂഷിക്കുന്നതെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ സഭാജനങ്ങളെ, ശുശ്രൂഷകന്മാരെ, ഈ 14:13 മുതൽ എന്നെ അത് ആഴമായി സ്പർശിച്ചു. ദൈവം ഏൽപ്പിച്ച ആലോചനകൾ മനുഷ്യരുടെ മുഖം കാണുമ്പോൾ മാറ്റുന്നത് അനോയിന്റിങ്ങിന്റെ ലക്ഷണമല്ല. പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരുന്ന ദൈവത്തിന്റെ വചനം മനുഷ്യരുടെ കയ്യടി ഇല്ലാതാകുമ്പോ വചനമല്ല വേണ്ട എന്ന് പറയുന്നത് അനോയിന്റിങ്ങിന്റെ ലക്ഷണമല്ല, അത് വീണതിന്റെ ലക്ഷണമാണ്. ഒരു മീറ്റിംഗിന്റെ സക്സസ് അളക്കപ്പെടുന്നത് എത്ര പേര് കൈയടിച്ചു എന്നതിനല്ല, എത്ര പേര് വന്നു എന്നുള്ളതിനല്ല, അവിടെ ദൈവത്തിന്റെ വചനം നിർമ്മലമായി പ്രസംഗിക്കപ്പെട്ടോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കോൺഫറൻസിന്റെ സക്സസ് അളക്കപ്പെടുന്നത്. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കരുത് ആൾക്കാർ. നമ്മുടെ പെന്തക്കോസിലെ പല കോൺഫറൻസുകളിലും വളരെ സങ്കടത്തോടെയാണ് ഞാൻ പലതും കാണുന്നത്. In some corners it is so audible and loud. What we need is not God's word. ദൈവത്തിന്റെ വചനമൊക്കെ കേട്ട് ഇത്രയും നാള് എന്ത് സംഭവിച്ചു? അതൊന്നും അല്ല വേണ്ടത്. പിന്നെന്തോ വേണ്ടത്? We need fire. നമുക്ക് കുറച്ച് കയ്യടി ഇവിടെ വേണം. വചനം കേട്ടോണ്ടിരുന്ന ഒന്നും നടക്കത്തില്ല. ഞാൻ വേണേ ഈ കുറിപ്പങ്ങ് തന്നേക്കാം, ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ പൗലോസിന് മനസ്സിലായോ സഭയുടെ പ്രശ്നത്തെ പരിഹരിക്കണമെങ്കിൽ? എല്ലാവരും കൂടെ വാ, 1 മണിക്കൂർ ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്നല്ല പറഞ്ഞത്. 16 അധ്യായങ്ങൾ എഴുതി പറയുക. നിങ്ങൾ ഇത് ചിന്തിക്കുന്നില്ല എങ്കിൽ, നിങ്ങളുടെ മനസ്സിലേക്ക് ഈ വചനം വരുന്നില്ല എങ്കിൽ, how will you change your ways? How will you come to realization that what you are doing is wrong according to the word of God? ഇങ്ങനെ ഒരു ഭക്തൻ പറഞ്ഞത്, you can have word in your head without being in heart. It is possible. കുറെ അറിവ് സമ്പാദിക്കാൻ തലയിൽ, ഹൃദയത്തിൽ ഒന്നുമില്ലാതെ. But it is not possible to have word in your heart without it first touching your head. നമ്മുടെ പുൾപിറ്റിൽ പലയിടങ്ങളിലും മുഴങ്ങുന്നത് ഈ അക്ഷരത്തിന്റെ ശുശ്രൂഷയാണെന്ന് ഈ വചനം സംസാരിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ പോലും നമ്മുടെ വിശ്വാസികൾക്ക് അതിനുള്ള ആത്മീയ പക്വതയില്ല. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കൈയിട്ടടിക്കും. ആ വാക്കിന്റെ അർത്ഥം എന്തോ ദൈവമക്കളെ? ആ മോശയുടെ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ള ജീവിതത്തെ വിളിക്കുന്നതാണ് അക്ഷരത്തിന്റെ ശുശ്രൂഷ. അക്ഷരം കൊല്ലുന്നു. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ മിനിസ്ട്രി ഓഫ് ഗോഡ്സ് വേർഡ്. ഇത് പ്രസംഗത്തിൽ ഉഴപ്പന്മാരെടുക്കുന്ന വാക്യമാണ്. ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രിപ്പയർ ചെയ്യാൻ സമയമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിച്ച് ജനങ്ങൾക്ക് വിളമ്പേണ്ടതിന് പകരം നേരെ വന്ന് വചനത്തെ വിമർശിക്കുമ്പോൾ ഇത് സഭ കൈവിട്ടുള്ള പോക്കാണ് എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ് ഈ കോൺഫറൻസിൽ. പൗലോസിന് മനസ്സിലായി, ഇന്നത്തെ ഫാസ്റ്റ് കൾച്ചർ പോലെ ഈ പ്രശ്നം പെട്ടെന്നൊരു ഫാസ്റ്റിൽ സോൾവ് ചെയ്യാനൊക്കത്തില്ല. ഇതൊരു റിവൈവൽ മീറ്റിംഗ് നടത്തിയാൽ
ഈ വിധിയും തുച്ഛീകരണവും ഒന്നും പോകത്തില്ല. ഇത് പെട്ടെന്നൊന്ന് കൂട്ടിക്കുഴച്ചാൽ ഇതൊന്നും മാറത്തില്ല. ഇതിനെ രണ്ടും സെപ്പറേറ്റ് ചെയ്തൊരു യൂണിറ്റി അല്ല വേണ്ടത്. ഇവർ ഒരുമിച്ചിരുന്ന് ആത്മനിറവിൽ ദൈവവചനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അതിനെ വിളിക്കും Kingdom of God has come, where strong and weak are together serving the Lord in the purpose of God. Look at the daring nature of Paul. 14:1 മുതൽ 12 വരെ 2 കൂട്ടരെ പറഞ്ഞിട്ട് 13 തിരിയുകയാണ് സ്ട്രോങ്. റോമി ചെല്ലുമ്പോ ഇവര് വല്ല ഓഫറിങ് കൊടുക്കുവോ? വേറെ ഏതെങ്കിലും വഴിയിൽ റോമി ചെന്നാലും ഇവര് വിസ എടുത്ത് കൊടുത്തില്ലാലും ചെന്നാൽ ഇവരുടെ വീട്ടിൽ വല്ലതും താമസിപ്പിക്കുവോ? എന്തോ ആയിരിക്കും പൗലോസിന്റെ മറുപടി? അയ്യോ, കപ്പൽ ഛേദങ്ങൾ, ഉറക്കമില്ലാത്ത രാത്രികൾ, എത്രയോ ലിസ്റ്റാണ് എൻ്റെ പുറകിലോട്ട് നോക്കുമ്പോ. I am not looking at a comfortable life. I am not looking at what you think about the preaching. I am only looking at one day I will stand before the judgment seat of Christ, when question will be asked, when there was disunity in the church, what did you do with your influence? What did you do with your anointing and the ministry of God's word? അതാ നമ്മളെല്ലാം ഫേസ് ചെയ്യേണ്ടത്. one day താൻ തിരിയുന്നത് സ്ട്രോങ് ആൾക്കാരിലേക്കാ. എന്നിട്ട് ഈ പൗലോസിന്റെ ഞാൻ മനസ്സിലാക്കുന്നത്, ഹി ഈസ് ഡ്രിവൺ നോട്ട് ജസ്റ്റ് ബൈ പാഷൻ, ഹി ഈസ് ഡ്രിവൺ ബൈ ദാറ്റ് ഡേ. താൻ കണക്ക് കൊടുക്കേണ്ട വരുന്ന ആ ദിവസം. പല പുൾപിറ്റിൽ നിൽക്കുന്നവരും ആ ദിവസം വലിയ കണക്ക് കൊടുക്കേണ്ടി വരും. മനുഷ്യരെ, ദൈവമക്കളെ വചനത്തിൽ നിന്ന് അകറ്റുന്നവരെല്ലാം വലിയ കണക്ക് അന്ന് കൊടുക്കേണ്ടി വരും. വചനത്താൽ പണിയപ്പെടേണ്ട സമൂഹത്തെ വചനത്തിൽ നിന്നും അകറ്റുമ്പോ that is suicidal, that's a big crime. എന്നിട്ട് നോക്കണമേ, പൗലോസ് പറയുന്നത് ഈ 14-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വാക്യം ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിക്കുന്നു. അവിടെ ഇങ്ങനെയാ പറയുന്നത്, നിന്റെ ഭക്ഷണ നിമിത്തം സ്ട്രോങ് ആളെ, mighty man, with all your knowledge, with all your liberal view, നീ സഹോദരനെ വ്യസനിപ്പിച്ചാൽ, അടുത്ത വാക്ക്, നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല. എന്നിട്ട് അടുത്ത വാക്യമാ എന്താ? 16-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു തുടങ്ങിയത്. Therefore do not let what you know is good be spoken of as evil. ശ്രദ്ധിക്കണം. അടുത്ത ഒരു 20-25 മിനിറ്റ് is very important to understand this message. പ്രത്യേകിച്ച് നമ്മുടെ തീമിന്റെ അതിലോട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ we are ready now. പൗലോസ് പറയുന്നത് 2 കൂട്ടരോടും പറഞ്ഞിട്ട് സ്ട്രോങ് ആൾക്കാരോട് പറയുക, see, you are not acting in love. സ്നേഹത്തിലല്ല. You are not driven by love. You are driven by knowledge. You are driven by yourself, your freedom. I want to be like this, and I know scripturally it is right. Therefore nobody can judge me. ഇതാ നിന്നെ ഡ്രൈവ് ചെയ്യുന്നത്. പൗലോസ് ഈ 14-ലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഇന്നലെ ഒന്ന് സൂചിപ്പിച്ചല്ലോ, 12-ാമത്തെ അധ്യായം ലോകത്തിന് അനുരൂപരാകരുതെന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ മനസ്സിൽ വരുന്നത് സം എക്സ്റ്റേണൽ ചേഞ്ചസ് അലോണാണ്. പക്ഷെ 12-9 താൻ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? എന്തിലേക്കാ താൻ വഴി വെക്കുന്നത്? 12-9 സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവീൻ. ചർച്ച എന്തുവാ? What is church according to the vision of God, according to the dream of God? അടുത്ത വാക്യം, സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായിപ്പുണ്ട്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട ഒരാടെ ലക്ഷണം എന്താ? അപ്പം ആത്മനിറവുള്ള ഒരാടെ ലക്ഷണം എന്താ? അപ്പം എത്രയും അറിവുണ്ട് എന്നുള്ളതല്ല, സ്നേഹമുണ്ടോ എന്നുള്ളതാണ്. Are we working for
unity with all our knowledge, or we are working and arguing for our liberty? That is the question. Are we standing and saying, you cannot judge me? Is there any verse in the Bible that suggests what I am doing is wrong? Show me one verse, I will stop this. Idalla. Are you driven by love? There are so many things which Bible is silent. It is not encouraging it. It is not stopping it. There is no rule you should not do. There is no rule you should do. Those matters we should be guided by love. സ്നേഹം. ഞാനിത് ചെയ്ത മറ്റുള്ളവർക്ക് ഇടർച്ചയാകുമോ തടങ്കലാകുമോ? 13:8 എന്തോ പറയുന്നത്? 12 സ്നേഹം നിർവ്യാജ്യം. 13:8 ഒന്ന് വായിക്കാം ഉറക്കെ എല്ലാവരുടെ. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നല്ലോ. അപ്പൊ ന്യായപ്രമാണത്തിന്റെ അറിവോ? ഇത് ന്യായപ്രമാണ കാലം കഴിഞ്ഞല്ലോ, ഇനി എനിക്ക് കഴിക്കുന്നതിന് എന്താ കുഴപ്പം? അതിനെക്കാട്ടിൽ വലിയൊരു റൂൾ. ന്യായപ്രമാണത്തെ നിവർത്തിക്കുന്നത് നിന്നിൽ സ്നേഹം വെളിപ്പെടുമ്പോഴാണെന്ന്. When you are considerate about your brother in the church. ഇത് തന്നെയല്ലേ ഗലാത്യ ലേഖനം 5:14 പറഞ്ഞത്? ന്യായപ്രമാണം മുഴുവൻ, it is under one rule, love your neighbor. That's the summary of all what Moses was talking about. നോക്കണമേ, എന്നിട്ട് 14:19 നമ്മുടെ ഈ അധ്യായത്തിലും എന്തുവാ പറയുന്നത്? ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീക വർധനയ്ക്കും ഉള്ളതിന് ശ്രമിച്ചു കൊള്ളുക. Who is supposed to do this primarily? Weak person or strong person? എന്തോ മനസ്സിലാകുന്നു? 14:13 മുതലുള്ള വാക്യങ്ങളിൽ എന്തോ മനസ്സിലാകുന്നു. Who is supposed to take the initiative for peace, love? Is it the weak person or the strong person? Very clearly it is the strong person who should take the lead. I am willing to let go of my freedom. I am willing to let go of my rights and privileges, though it is not prohibited in scriptures explicitly. I will not do this because I know if I do it, it becomes a stumbling block. It becomes an obstacle to other. I want unity in the church എന്ന് പറയേണ്ടത് പവർഫുൾ മാനർ. അതാണ് ശക്തിയുടെ ലക്ഷണം. ശക്തിയുടെ ലക്ഷണം വാഗ്വാദം ഉണ്ടാക്കുന്നതല്ല. ശക്തിയുടെ ലക്ഷണം അന്യോന്യം പോരിന് വിളിക്കുന്നതല്ല. ശക്തിയുടെ ലക്ഷണം എന്നാ നമുക്കൊരു ഡിബേറ്റ് വെക്കാമെന്ന് പറയുന്നതല്ല. ശക്തിയുടെ ലക്ഷണം ലേഖനം എഴുതി അന്യോന്യം അടിപിടിക്കുന്നതല്ല. ശക്തിയുടെ ലക്ഷണം, ആത്മനിറവിന്റെ ലക്ഷണം, I am willing to let go of my freedom. If that is what matters to have unity in the church, I am willing to let it go. പ്രിയ ദൈവമക്കളെ, നമ്മൾ എല്ലാവരും in all our decisions, whether it is education, wedding, how we are going to do it, എല്ലാ കാര്യങ്ങളിലും if we are considerate about this fact, it would save us from a lot of trouble in the future. Let go of the freedom for the sake of weak. അല്ലെങ്കിൽ ആളെ എന്തോ ചെയ്യുക? വ്യസനിപ്പിക്കുക വീക്ക് ആളിനെ. മാത്രമല്ല 15-ാം വാക്യത്തിൽ അവനെ നശിപ്പിക്കുക. ബിക്കോസ് ഓഫ് ദ വേ യു ആർ ആക്ടിങ് വിത്തൗട്ട് ലവ്. എന്നിട്ട് നോക്കണമേ, ഇത് കഴിഞ്ഞിട്ട് അടുത്ത വാക്കാ നമ്മുടെ തീമായിട്ട്. ഞാൻ വാസ്തവത്തിലേ എനിക്കൊരാൾ വാസ്തവത്തിൽ ഒരു പിക്ചർ അയച്ചു തന്നു. നമ്മുടെ ഇതൊക്കെ വളരെ മനോഹരമാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ സ്ഥലത്തിൻ്റെ പരിമിതി കൊണ്ട് ആ വാക്യം അങ്ങനെ ആയി പോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എഴുതാനേ അത്രയും നീളത്തിൽ എഴുതാൻ ഒക്കാഞ്ഞതുകൊണ്ട് കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റായി മാത്രം വന്നു. എന്നോട് സ്നേഹിച്ച് ദൈവവചനം സ്നേഹിക്കുന്ന ഒരാൾ പറഞ്ഞത്, ജോ
പ്ലീസ് മേക്ക് ഇറ്റ് ക്ലിയർ, അതർവൈസ് ദിസ് വിൽ മിസ്ലീഡ് സോ മെനി. ദൈവരാജ്യം എന്നുള്ളത് സന്തോഷിച്ച് തുള്ളുന്നാന്ന് വിചാരിക്കും ഇത് വായിച്ച. വാക്യം പൂർണ്ണതയോട് ഇവിടെ ഇല്ലെന്ന്, വാക്യത്തിൻ്റെ പശ്ചാത്തലമൊക്കെ വേറെയാണെന്ന്. പൗലോസ് തീമോത്തിയോസിനോട് പറയുന്ന വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? പലർക്കും എങ്ങനെ ഈ പഠിത്തമെന്ന് പറയുമ്പോഴേ പഠിത്തം, എന്നാൽ ആരോ പറഞ്ഞ പോലെ തിയോളജി എന്ന് പറയും. നമുക്ക് തിയോളജി അല്ല വേണ്ടിയത്. നമ്മുടെ ഇടയിൽ ഒരു മഹാൻ പറഞ്ഞതാ, നമുക്ക് തിയോളജി അല്ല വേണ്ടിയത്. എൻ്റെ മെന്റർ പറഞ്ഞു, ഇഫ് യു ഹിയർ സംതിങ് ലൈക്ക് ദാറ്റ്, ആസ്ക് ദാറ്റ് പേഴ്സൺ ടു സിറ്റ് ഡൗൺ. കാരണം എന്താണെന്നറിയാം? എന്തോ ഈ തിയോളജി എന്ന് പറഞ്ഞാൽ അർത്ഥം സ്റ്റഡി ഓഫ് ഗോഡ്. ബിലീവേഴ്സിനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കാരണം പലർക്കും ഇത് അറിയത്തില്ല. തിയോളജി അല്ല വേണ്ടി എന്ന് പറയുമ്പോഴേ നമുക്ക് സ്തോത്രം സ്തോത്രം. എന്തോ ആ വ്യക്തി പറഞ്ഞതെന്നറിയാമോ? ഞാൻ ഇന്ന് നിങ്ങളോട് ദൈവത്തെക്കുറിച്ചല്ല പറയുന്നത്, പിന്നെ ആരെക്കുറിച്ചാ? എന്നെക്കുറിച്ച്. അത്ര ഡിസീവ്ഡ് ആണ് the crowd, people in the pews. If somebody is saying, I don't know theology, എന്തുവാ ഈ ഗ്രീക്കോ ഹീബ്രുവോ, I need power എന്ന് പറയുമ്പോൾ 2 തീമോത്തിയോസ് 2:15 1 തീമോത്തിയോസ് 2:15 പൗലോസ് തീമോത്തിയോസിനോട് പറഞ്ഞ ആ വാക്ക് ഞാൻ ഓർക്കുക, ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരൻ. എന്തോ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, this is a huge responsibility when you stand here as the mouthpiece of God before the people of God. I have, or anybody has, the responsibility to present it in the way it is intended to be presented. എനിക്ക് ഇഷ്ടത്തിന് ഈ പറഞ്ഞ പോലെ ഒരു വാക്യവും മുറിയെടുത്തിട്ട്, ഇന്നാൾ ആരോ പറഞ്ഞ പോലെ ഒരു കാറ്റ്, എന്നാ ഉൽപ്പത്തിയിലെ കാറ്റ്, വെളിപ്പാടിലെ കാറ്റ്, സങ്കീർത്തനത്തിലെ കാറ്റ്, പ്രസംഗം റെഡി. അതല്ല വ്യാഖ്യാനം എന്ന് പറയുന്നത്. വ്യാഖ്യാനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാർഡ് വർക്ക്. യു ഹാവ് ടു സ്റ്റഡി ദ ഒറിജിനൽ ലാംഗ്വേജ്. കാരണം 3 പരിഭാഷ വെക്കുമ്പോൾ ഇതെല്ലാം വേറെ വേറെ ആയിട്ടാ വാട്ട് ഇറ്റ് ഈസ്. ഇന്നത്തെ യങ്സ്റ്റേഴ്സ് ചോദിക്കുന്നത് അതാ, വിച്ച് ട്രാൻസ്ലേഷൻ ഈസ് റിലയബിൾ, വൈ ദിസ് വേർഡ് സം മാനുസ്ക്രിപ്റ്റ് ഡസന്റ് ഹാവ്. മാനുസ്ക്രിപ്റ്റ് ചുമ്മാ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കരുത് എന്ന് ഒരു സമൂഹം പറഞ്ഞതുകൊണ്ടാ. വേർ ആർ അവർ യങ്സ്റ്റേഴ്സ്? ഒരു സമൂഹം പറഞ്ഞു ചോദിക്കരുത്, ഒന്നും ചോദിക്കരുത്, ഞങ്ങൾ പഠിപ്പിക്കത്തുമില്ല, ചോദിക്കുകയും ചെയ്യരുത്. കയ്യടിയടാ. കയ്യടിച്ചു, പേടിച്ച് കയ്യടിച്ചു. വിവരവും അറിവും ഉണ്ടായപ്പോ ആഗ്രഹമുണ്ട് ദൈവവചനം ആത്മനിറവിൽ പഠിക്കണം. പക്ഷെ ആര് പഠിപ്പിക്കും? പഠിപ്പിക്കാൻ എക്യുപ്ഡ് അല്ലാത്ത, പഠിപ്പിക്കാൻ ദൈവകൃപയും പരിജ്ഞാനവും ഒരുമിച്ച് വന്നാലേ ഒക്കത്തുള്ളൂ. കുറെ അറിവ് മാത്രം സമ്പാദിച്ചാൽ, ഞാൻ പിള്ളേരോട് പഠിപ്പിക്കാൻ പറയും, ഈവൻ mosquitoes will not move if you don't have the power of the Holy Spirit. But if you are thorough with God's word, and if you have spent enough time in the presence of God receiving the message, and you communicate it with the power of the Holy Spirit and the word of God, then you will see a generation. ഞാൻ പറയാം, ഇന്ന് വിളിച്ചു പറയാം, ഈ UK വിട്ടുകൊടുക്കരുതേ. UK ദൈവവചനത്തിൽ നിന്നും വിട്ടുകൊടുക്കരുതേ. ഇവിടുന്ന് ദൈവം യങ്സ്റ്റേഴ്സിനെ എഴുന്നേൽപ്പിക്കട്ടെ, ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുന്നവരെ. യെരമ്യാവിനെ പോലെ നിന്റെ വചനം എൻ്റെ അസ്ഥികളിൽ ഉണ്ടായിരുന്നു എന്ന് പറയത്തക്കവണ്ണം, may God raise a generation from UK who will not fear anything but the judgment and proclaim the word in purity and power of the Holy Spirit. അങ്ങനെയുള്ളവരുടെ മുമ്പിൽ പിശാച് നിൽക്കത്തില്ല. പരിശുദ്ധാത്മാവ് വന്നത് ദൈവവചനം സംസാരിച്ചപ്പോഴാ. ഗലാത്യ ലേഖനം 3 പ്രസംഗിച്ചപ്പോൾ വന്നെന്നല്ലേ എഴുതിയിരിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 10 പ്രസംഗിച്ചപ്പോൾ വന്നെന്നല്ലേ എഴുതിയിരിക്കുന്നത്. പ്രസംഗം വേണ്ടാതെ ഏതാത്മാവിനെയാണ് നമ്മൾ ഇറക്കാൻ പോകുന്നത്? When we lift Jesus high, when we interpret word of God in the spirit of God, you will see wonders happening by the power of the Holy Spirit and the word of God. അതിൻ്റെ ഫ്രൂട്ട് അളക്കപ്പെടുന്നത് ട്രാൻസ്ഫോംഡ് ലൈഫ്സിലാണ്. ഇവിടെ എല്ലാം നമുക്ക് തെറ്റുപറ്റി. നമ്മൾ ഫ്രൂട്ട് അളക്കാൻ നിൽക്കുന്നത് ശബ്ദത്തിലാണ്.
പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഫലം, ഒരാളിൽ വചനം വന്നു വെട്ടി എന്നുള്ളതിന്റെ ഫലം, അവൻ കണ്ണീരോടെ വിളിച്ചു പറയും, ഞാനാണ് ആ സ്ട്രോങ് മാൻ, എത്ര പേരെ നശിപ്പിച്ച വിധിച്ച മനുഷ്യൻ അത് ഞാനാ എന്ന് തിരിച്ചറിയുന്നതല്ലേ ഫ്രൂട്ട് ഓഫ് ദി അനോയിന്റിങ്. നോക്കണമേ, അപ്പോഴ് ഈ 15-ാമത്തെ വാക്യത്തിൽ സ്നേഹം വേണമെന്ന് പറയുക. That should be the driving force. എന്നിട്ട് 16-ാം വാക്യം, ഇനിയുള്ള നമ്മുടെ ചുരുക്ക നിമിഷങ്ങളിൽ 16-ാമത്തെ വാക്യത്തിൽ നിന്നൊരു പ്രധാന കാര്യമുണ്ട്. 15-ാമത്തെ വാക്യത്തിൽ നിന്നും I have an observation and last verse 18 and we will pray. 16-ാമത്തെ വാക്യത്തിൽ ഒരു വലിയ കാര്യമാണ് പൗലോസ് പറയുന്നത്. ശരിയാ, ഇവരൊന്നും ഒരുമിച്ച് പോകുന്നില്ല, സ്ട്രോങ്ങും വീക്കും തമ്മിൽ പ്രശ്നം. പൗലോസ് മുഖം നോക്കാതെ സ്ട്രോങ്ങിനോട് പറഞ്ഞു, സ്നേഹമില്ല സഹോദര, നിനക്ക് അറിവേ ഉള്ളൂ, നിനക്ക് സ്നേഹമില്ല. എന്നിട്ട് നേരെ തിരിഞ്ഞ് 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ, നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കണം അത്, ഓക്കെ? നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം വരുത്തരുത്. എന്തുവാ ഈ വാക്യത്തിന്റെ അർത്ഥം? നിങ്ങളുടെ നന്മയ്ക്ക്, ഒരു 2 പ്രാവശ്യം പറഞ്ഞാലും കുഴപ്പമില്ല. നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം. ഇംഗ്ലീഷിലെ 1-2 പരിഭാഷകൾ ഞാൻ വായിക്കാൻ പോവുക. ശ്രദ്ധിക്കണം, ആ വാക്യത്തിന്റെ അർത്ഥം എന്താണ്? Therefore do not let what you know is good be spoken of as evil. വേറെ ട്രാൻസ്ലേഷൻ പറയുന്നത്, your right must not get a bad name. നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം വരുത്തരുത്. Your right must not get a bad name. ഇത് എന്തുവാ പൗലോസ് ഇവിടെ അർത്ഥമാക്കുന്നത്? നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം. എന്തുവാ നന്മ? വാട്ട് ഈസ് ഗുഡ് ഹിയർ? ഒറ്റ വായനയിൽ നമ്മൾ നോക്കുമ്പോൾ സ്ട്രോങ് ആളിനെ ഫ്രീഡത്തിലൂടെ ലിബറൽ മൈൻഡിൽ തനിക്ക് തോന്നി എന്തും കഴിക്കാം. അപ്പൊ അതവൻ എന്താ? നന്മ. ഇറ്റ്സ് ഗുഡ്. ഐ നോ that it doesn't matter. Mosaic law doesn't exist. I can eat anything sold in the market. That is good. അവന്റെ നന്മയത്. പക്ഷെ ഈ നന്മ എന്തോ വരുത്തും? ദൂഷണം വരുത്തും. കാരണം ഇതൊരു കൂട്ടരെ വ്യസനിപ്പിച്ചു, ഇതൊരു കൂട്ടരെ നശിപ്പിച്ചു. നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം വരുത്തരുത്. The way you acted should not invite criticism. പക്ഷെ അത്രയും അത് വായിക്കുമ്പോൾ തൃപ്തി വരുന്നില്ല. There must be something more എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ നന്മ അത് അറിവ് മാത്രമാണോ? എനിക്കിതൊക്കെ ചെയ്യാം, എനിക്ക് ഏത് one day is important over other? No. I know every day is created by God. Is that the good? മാർട്ടിൻ ലൂതർ എന്ന് പറഞ്ഞ ആള് ഈ വാക്യത്തെ കുറിച്ച് പറഞ്ഞ ആ ഒരു കമന്റ് ഞാൻ വായിക്കാൻ പോയി. ശ്രദ്ധിക്കണേ. വാട്ട് ഈസ് ദ ഗുഡ് ഹിയർ? നമ്മുടെ നന്മയ്ക്ക് ദൂഷണം വരുത്തരുതെന്ന് പറഞ്ഞ എന്താ? താൻ പറഞ്ഞ എങ്ങനെയാ? വാട്ട് യു ആർ ഇൻ ഗോഡ്. നീ ആരായിരിക്കുന്നു ദൈവത്തിൽ, ക്രിസ്തുവിൽ. വാട്ട് യു ആർ ഇൻ ഗോഡ് ആൻഡ് വാട്ട് യു ഹാവ് ഫ്രം ഗോഡ്. നിങ്ങളുടെ നന്മ, ഇന്നിവിടെ വന്നിരിക്കുന്ന നമ്മുടെ നന്മ എന്താ? നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം വരുത്തരുത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചെയ്ത പല കാര്യവും സ്നേഹമില്ലാതെ ചെയ്തപ്പോ സ്ട്രോങ്ങും വീക്കും തമ്മിൽ ഇടിയുണ്ടായി. ഇത് കണ്ടോണ്ടിരുന്ന ഒരു സമൂഹമുണ്ട്. ആരാ ഇത് കണ്ടോണ്ടിരുന്നേ? നാട് വിട്ടു, വീട് വിട്ടു, നാമധേയ കൂട്ടം വിട്ടു എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയ നമ്മളെ വീക്ഷിച്ചോണ്ടിരുന്ന ഒരു സമൂഹമുണ്ട്. പെന്തിക്കോസിൽ പോയി. അവര് പെന്തിക്കോസിൽ പോയി.
ഭക്തിയോട് അപ്പച്ചൻ ഇറങ്ങി. നാട് വേണ്ട, വീട് വേണ്ട, ലോകത്തിൻ ബാലത, കോമളത്വം, വസ്തു വകകൾ, സ്ഥാനങ്ങൾ, മാനങ്ങൾ നശ്വരമാം. ഇതൊക്കെ അപ്പച്ചൻ പാടിയത്. നിങ്ങളുടെ നന്മയ്ക്ക് ഏതാ ഈ നന്മ? Who I am in Christ, that is good for me. And I am claiming എൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യം ഞങ്ങളുടെ ലൈഫിൽ യേശു വന്നതാ. That's all good, good, good. പക്ഷെ ആര് നോക്കുന്നു ഇതിനെ? ഒരു ലോകം നോക്കുക. റോമിൽ ആര് നോക്കി ചർച്ചിനെ? റോമിൽ റോമ സാമ്രാജ്യത്തിലുള്ളവർ കൈസർ നോക്കി. ആരാടെ ഈ പുള്ളികള്? ആരാ ഇവരുടെ പാസ്റ്റർ? ഓ, ഇവരുടെ പാസ്റ്റർ അപ്പോസ്തലപ്രവൃത്തി 2 അവര് യെരുശലേമിൽ നിന്ന് വന്ന കുറച്ചു പേരാ. ആരാ? വിദ്യാഭ്യാസം വല്ലതും ഉള്ളവർ ഇതിനകത്തുണ്ടോ? അവർ കുറച്ചു പേരുണ്ട്. അവര് പറയുന്നത്, ചർച്ചിലുള്ളവർ പറയുന്നത് എന്താ? We have Lord. യേശുവിനെ ആരായി ഏറ്റു പറയണം? കർത്താവ്. അപ്പുറത്തിരിക്കുന്ന ആള് കോയിൻ ഇൻസ്ക്രിപ്ഷൻ എഴുതിയിരിക്കുക ലോർഡ്. കൈസർ പറയാ ഐ ആം ലോർഡ്. സഭ പറയാ നോ നോ, യു ആർ നോട്ട് ലോർഡ്, ജീസസ് ഈസ് ലോർഡ്. കൈസർ പറയാ എക്ലീഷ്യ ഈസ് എ അസംബ്ലി ഫോർ സിറ്റിസൺസ്. ഇവിടെ ഇന്നുകൊണ്ട് ഇവര് പറയാ നോ 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 നോ, വീണ്ടെടുക്കപ്പെട്ട കൂട്ടാമേ, വി ആർ എക്ലീഷ്യ. റോമിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞു നടക്കുക. ആരാണ് ഈ പുള്ളികള്? രക്ഷിക്കപ്പെട്ടവരാന്ന് പറയുന്നു, കർത്താവ് ഉണ്ടെന്ന് പറഞ്ഞു. ഏത് കർത്താവ്? മരിച്ചുയർത്തെഴുന്ന. അപ്പൊ നമ്മുടെ നീറോയെ കാട്ടി വലുതാണോ എന്നാ അവര് പറയുന്നേ? നമ്മുടെ കലികുളയെ കാട്ടി വലുതാണോ ഇവരുടെ കർത്താവ്? ചർച്ചിലുള്ളവർ പറയുന്നത് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കൈസറിനെ കാട്ടിൽ മേളിലുള്ള ഞങ്ങളുടെ രക്ഷിതാവ്. അപ്പൊ അതിലൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, എടാ പോയൊന്ന് നോയിക്കേ, അവരുടെ രാജാവിന്റെ ഭരണം എങ്ങനെയുണ്ട്? കിങ്ഡം ഓഫ് ഗോഡ്, കിങ്ഡം ഓഫ് സീസർ അല്ല, കിങ്ഡം ഓഫ് ഗോഡ്. ഒന്ന് പോയി നോയിക്കടാ. അവരുടെ ഭരണം നമ്മുടെ കൈസറിന്റെ ഭരണത്തെക്കാട്ടി നല്ലതാണോ? അതിലൊരാൾ വന്നു വെക്ക്, ആ കോൺഫറൻസിലോട്ട് കയറി വന്നു. എങ്ങനെയുണ്ട് ഇവരൊക്കെ തമ്മി? പുള്ളി അറിയാതെ, നമ്മളാരും അറിഞ്ഞില്ല, പുള്ളിയും സൂട്ടും കോട്ടും ഇട്ട് നമ്മൾ ഒരു ടേബിളെ വന്ന് പുള്ളി ഇരുന്നു. അപ്പൊ അപ്പുറത്തിരുന്ന ആള് പറയുന്നത് ഈ കാര്യമാ. ഏത് കാര്യം അറിഞ്ഞായിരുന്നു? അച്ഛൻ ഈ കോൺഫറൻസ് വന്നില്ല കേട്ടോ. അപ്പൊ ഈ പുള്ളി അപ്പൊ ഓപ്പോസിറ്റ് ഇരുന്ന്, ഞാൻ പതുക്കെ ഒരു കാര്യം പറയാ, ഇത് കുറച്ച് നാളായി തുടങ്ങിയിട്ട് മിക്കവാറും അവരങ്ങ് മാറും കേട്ടോ. കൈസറിന്റെ ആള് പറഞ്ഞു, ആർ യു കിഡിങ്? ആർ യു സീരിയസ്? ജീസസിന്റെ ആൾക്കാരാണ് ഈ പറയുന്നത് ഇതെല്ലാം. തിരിച്ചു പോയി പറഞ്ഞു കാണും, ചുമ്മാ. നമ്മുടെ സാമ്രാജ്യം കിങ്ഡം ഓഫ് സീസർ ആണ് പീസ് ഓഫർ ചെയ്യുന്നത്, സെക്യൂരിറ്റി ഓഫർ ചെയ്യുന്നത്. ഇതെത്തിക്കാണും പൗലോസിന്റെ ചെവികളി. ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെട്ടു, ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെട്ടു. സ്വാതന്ത്ര്യത്തോടെ ആക്ട് ചെയ്തത് കൊണ്ട് യേശുവിനെ കർത്താവായി ഇനി അവര് സ്വീകരിക്കത്തില്ല. അവര് ക്രിസ്തീയ മാർഗക്കാരെ വിളിച്ചു, What is this? Where is your Holy Spirit? നിങ്ങൾ പണക്കൊതിയന്മാരാണെങ്കിൽ where is Holy Spirit? നിങ്ങൾ സ്ഥാനമോഹികളാണെങ്കിൽ where is Holy Spirit? നിങ്ങൾ തമ്മിൽ അടിയാണെങ്കിൽ where is Holy Spirit? പൗലോസ് പറയുക, സ്നേഹത്തിലല്ല നിങ്ങൾ ആക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ നന്മ ദൂഷണം വരുത്തരുത്. നമ്മുടെ ജീവിതം കൊണ്ട് ദൂഷണമായോ? നമുക്ക് മറ്റുള്ളവരെക്കാട്ടിൽ എന്തെങ്കിലും വിശേഷതയുണ്ടോ? നമുക്ക് മറ്റുള്ളവരെക്കാട്ടിലുള്ള വിശേഷത നമ്മൾ മുങ്ങിപ്പൊങ്ങി എന്നുള്ളതാണോ? അതോ അവര് പറയാത്ത 2 വാക്ക് പഠിച്ചു വെച്ചതുപോലെ പറയുന്നതാണോ? ലോകക്കാര് ദൂഷണം പറയാതിരിക്കണമെങ്കിൽ എന്റെയും നിങ്ങളുടെയും സ്വഭാവത്തിൽ വലിയ രൂപാന്തരം വരണം.
ലോകക്കാര് ദൂഷണം പറയാതിരിക്കണമെങ്കിൽ നമ്മൾ പണക്കൊതി അവസാനിപ്പിക്കണം. ലോകക്കാര് ദൂഷണം പറയാതിരിക്കണമെങ്കിൽ നമ്മൾ സ്ഥാനക്കൊതി അവസാനിപ്പിക്കണം. നമ്മൾ സ്നേഹത്തിൽ ഒന്നാകണം. 17ാമത്തെ കോൺഫറൻസിൽ എനിക്ക് നിങ്ങളോട് അപ്പീൽ ചെയ്യാനുള്ളത്, നിങ്ങളുടെ സ്വാതന്ത്ര്യം ദൈവത്തിന്റെ നാമത്തിന് ദൂഷണം ഉണ്ടാക്കരുതേ. The way we do things, ചിലപ്പോ വിവാഹമായിരിക്കാം, അല്ലാതെ എന്തോ അതിന് വല്ല തെറ്റുണ്ടോ? ലക്ഷറിയുടെ അങ്ങേയറ്റത്തിൽ പോയി എനിക്കൊന്ന് കാണിക്കണം ലോകത്തിൽ. എൻ്റെ അപ്പച്ചൻ ഒത്തിരി കഷ്ടപ്പെട്ടതാ, ദൈവം ഞങ്ങളെ ഇത്രയും മാനിച്ചു. ലോകക്കാര് പറയാ, ഇതാന്നോടാ ജീസസിന്റെ ആളിന്റെ കല്യാണം. നിങ്ങളുടെ നന്മ, നിങ്ങൾ ചിന്തിച്ചു ഇത് നന്മയാണെന്ന്, നിങ്ങൾ ചിന്തിച്ചു ഇത് കാണുമ്പോ കുറച്ചുപേര് യേശുവിന്റെ അടുക്ക വരുമെന്ന്. ഒരാളും വരത്തില്ല ഇത് കണ്ടോണ്ട്. നമ്മുടെ പണത്തിന്റെ പത്രാസ് കണ്ടോണ്ട്, നമ്മളുടെ വീടും വണ്ടിയും കണ്ടോണ്ട് ഒരാൾ യേശുവിന്റെ അടുക്ക വരത്തില്ല. ഒരാൾ യേശുവിന്റെ അടുക്കൽ വരണമെങ്കിൽ നമ്മുടെ ജീവിതം കാണണം. നീതിയുള്ള ജീവിതം, സമാധാനമുള്ള ജീവിതം, സന്തോഷമുള്ള ജീവിതം കണ്ടുകൊണ്ട് പറയണം, oh, these people are different. I want to come to your church because your life is so different. ഇന്ന് ഞാൻ യങ്സ്റ്റേഴ്സിനോട് സംസാരിച്ചത് ഇത് തന്നെയാകുന്നു. Are we living for human applause or God's approval? എന്താ നമുക്ക് ആവശ്യം? നമ്മുടെ ബന്ധക്കാരെല്ലാം നമ്മളെ കുറിച്ച് രക്ഷപ്പെട്ടടാ, ഇതെല്ലാം അവരുടെ വൊക്കാബുലറി അല്ലേ? ഈ വൊക്കാബുലറി നമ്മൾ ഏറ്റുപിടിച്ചിരിക്കുക. രക്ഷപ്പെട്ടു, നാട്ടിൽ കിടന്ന് ഒത്തിരി കഷ്ടപ്പെട്ടതാ, രക്ഷപ്പെട്ടു. എന്തുവാ രക്ഷപ്പെട്ടത്? UK വന്നതാണോ രക്ഷപ്പെട്ടത്? അങ്ങനാണെങ്കിൽ നമ്മൾ ലോകവും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മൾ ഏത് രാജ്യത്ത് ജീവിച്ചാലും, ഏത് ഭവനത്തിൽ താമസിച്ചാലും, ഏത് ശമ്പളം വാങ്ങിച്ചാലും, ഇതല്ല നമ്മുടെ പുകഴ്ചാ വിഷയം, ഇതല്ല നമ്മുടെ നീതിയും സന്തോഷവും. നമ്മുടെ നീതിയും സന്തോഷവും എനിക്ക് വേണ്ടി പകരമായി മരിച്ച യേശുവിന്റെ നീതി. ആ നീതി എന്നിലേക്ക് വരുമ്പോ ക്ഷമയോടെ, സ്നേഹത്തോടെ, സഹനത്തോടെ ജീവിക്കുന്നതാ ഏറ്റവും വലിയ വിറ്റ്നസ് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും പറയത്തില്ലേ ബന്ധനം. എന്തുവാ ഈ ബന്ധനം? എന്തുവാ ബന്ധനം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ലൈഫിലൂടെ ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുന്നത്, ആ മനുഷ്യർ ദൂഷണം പറയുന്നതല്ലേ ഏറ്റവും വലിയ ബന്ധനം. ഇതിനെക്കാട്ടി വലിയ ബന്ധനമുണ്ടോ? ഈ ബന്ധനം അറിയണമെങ്കിൽ ഇവിടെ വേറൊരു പരിപാടി നടത്തിയാൽ ഈ ബന്ധനം അഴിയത്തില്ല. കാരണം ബന്ധനം എന്താന്ന് അറിയത്തില്ലല്ലോ. ബന്ധനം എന്താന്ന് വചനത്തിലൂടെ തിരിച്ചറിഞ്ഞ് എന്റെ കുടുംബത്തെ രക്ഷിക്കണമേ ദൈവമേ ഈ ബന്ധനത്തിൽ നിന്നും. ഞങ്ങളുടെ നന്മ മനുഷ്യർക്ക് ദൂഷണം ഉണ്ടാക്കാതെ വണ്ണം save me, O Lord, save my family, save my church, so that we will not misrepresent you in this world. We will represent you with all what it takes to be the people of God. ഈ ഭാരത്തോടാണെന്ന് ഈ മനുഷ്യൻ 16 അധ്യായങ്ങൾ എഴുതുന്നത്. കൈസറുടെ മുമ്പിൽ നാണം കെടുത്തരുത് യേശുവിനെ. എക്ലീഷ്യ ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് റോമുകാർക്കുള്ള സഹകരണം പോലും ഇല്ലാതെ കേവല മനുഷ്യരായി ജീവിക്കരുത്. അവർക്കുള്ള ഫിലാന്ത്രോപ്പിക് വർക്സിന്റെ പകുതി പോലും ഇല്ലാതെ God's love has invaded my life എന്ന് പറയുമ്പോൾ ലോകം പറയാ, what are you talking about? ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇങ്ങനെയുള്ള കോൺവെർസേഷൻസിൽ നിന്നും പലരും മാറുന്നത് സുവിശേഷം പ്രസംഗിച്ച് തന്നെ തോട്ടങ്ങളും വാങ്ങിച്ചു കൂട്ടി കോടിക്കണക്കിന് രൂപ ബാങ്കിലും കൊണ്ടിട്ടിട്ട് ഇത് വചനത്തിൽ നിന്ന് മാറ്റുന്നതാണ് സൗകര്യം. കാരണം ഈ ക്വസ്റ്റ്യൻസ് ഒന്നും വരത്തില്ല. പിന്നെന്തോ വരുന്നത്? ആത്മനദിയാൽ ഞാൻ കുളിക്കട്ടെ, ചാടട്ടെ എന്ന് പറഞ്ഞാൽ ഇതാരും ചോദിക്കത്തില്ല. ഇവിടത്തെ ചോദ്യം, ആർ യു ഡിഫറെന്റ്? ആർ യു ഡിഫറെന്റ് ഫ്രം ദ വേൾഡ്? Did you misuse your privileges? Did you live a life of contentment? Did you share your resources? Was the kingdom life exhibited in your life?
അത് കഴിഞ്ഞിട്ടാ കുറിവാക്യം. കിങ്ഡം ഓഫ് ഗോഡ് ഈസ് നോട്ട് എ മാറ്റർ ഓഫ് ഈറ്റിംഗ് ഓർ ഡ്രിങ്കിങ്. ഇറ്റ് ഈസ് റൈറ്റ്സസ്നെസ്, ഇറ്റ് ഈസ് പീസ്, ഇറ്റ് ഈസ് ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുമ്പോ ഇത് ഡോളറോ പൗണ്ട് കിട്ടിയ ജോയ് അല്ല. ഇത് സാഹചര്യം മാറിയപ്പോ കിട്ടിയ ജോയ് അല്ല. റോമിലായാലും കാരാഗ്രഹത്തിലായാലും ക്രിസ്തുവേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ഒന്നിനും വേർപിരിക്കാൻ കഴിയുകയില്ല എന്നുള്ള ആ സന്തോഷമാണെന്ന്. അതാത്മാവിലുള്ള സന്തോഷമാണ്. അതുകൊണ്ടല്ലേ റോമാലേഖനം 8 അവസാന വാക്കുകൾ പറയുന്നത്, ജീവനാകട്ടെ മരണമാകട്ടെ കഷ്ടതയാകട്ടെ നിന്ദയാകട്ടെ പട്ടിണിയാകട്ടെ, ഇതൊക്കെയല്ലേ നമ്മുടെ അപ്പച്ചന്മാരെല്ലാം പാടിയത്. കഷ്ടതയോ പട്ടിണി, ഉപദ്രവമോ നഗ്നതയോ, കഷ്ടം യേശുവെ പോലാക്കിടുന്നെ എന്ന് പാടി. ആത്മാവിൽ നൃത്തമാകാൻ കാര്യം അവർക്ക് എന്തെങ്കിലും കിട്ടുമെന്നോർത്തല്ല, കിട്ടിയ രക്ഷയുടെ സന്തോഷത്തിൽ അവർ ആത്മാവിൽ സ്തുതിച്ചതാ. ഇന്ന് നമ്മുടെ ഹല്ലേലൂയ മാറും എപ്പോഴാന്നറിയോ? തലയാഴ്ച പ്രൊമോഷൻ കിട്ടിയാ മതി, അന്നത്തെ ഞായറാഴ്ച പാസ് കണ്ണൂർ നോക്കും. ആരാ ഇത്? ആ അനക്കവും ഹല്ലേലൂയയും കേൾക്കുമ്പോഴേ അറിയാം സംതിങ് ഹാസ് ഹാപ്പൻഡ്. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴാ ഭയങ്കര മൂകം. അത് കഴിഞ്ഞപ്പം പാസ്റ്ററോട് പറഞ്ഞു, ക്യാൻ ഐ ഹാവ് എ വേർഡ് വിത്ത് യു? പാസ്റ്റർ നിന്ന്, എന്തോ കർത്താവേ ഇനി അടുത്ത്? പാസ്റ്റർ പ്ലീസ് റിമെമ്പർ മീ ഇൻ യുവർ പ്രേയേഴ്സ്. ദെയർ ഹാസ് ബീൻ എ റിപ്പോർട്ട്. ഐ ആം ഗോയിങ് ത്രൂ എ ടഫ് മൊമെന്റ്. എന്തോ പറ്റി? ജോയ് എവിടെ പോയി? ഹാപ്പിനെസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹാപ്പനിങ്സ്, ബട്ട് ജോയ് ഈസ് ഫ്രം ദ ഹോളി സ്പിരിറ്റ്. ഇന്നിവിടെ വന്നിരിക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങൾ ഏത് അവസ്ഥയിലാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഏതവസ്ഥയിലാണെങ്കിലും, ശാരീരിക ബുദ്ധിമുട്ടാണെങ്കിൽ, ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന് നിങ്ങളെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസത്താൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ രോഗശാന്തിയുടെ ഒരു വ്യാപാരം കർത്താവ് ഇതിനകത്ത് തയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ചില സന്ദർഭത്തിൽ he will choose us to go through it. നമ്മൾ പ്രതീക്ഷിക്കുന്ന മറുപടി അല്ല ലഭിക്കാൻ പോകുന്നത്. പക്ഷെ ആ സമയത്ത് മാറി നിന്ന് നോക്കുന്ന ഒരു യേശുവിനെ അല്ല എനിക്ക് പരിചയം. ഞാൻ കഷ്ടത്തിൻ്റെ തീച്ചൂളയിലൂടെ പോകുമ്പോൾ യേശുവിന് പറയാൻ പോകുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഐ ആം വിത്ത് യു, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. അത് കണ്ടോണ്ട് ലോകമനുഷ്യൻ പറയും, എന്തോ കിട്ടിയടാ, പെന്തിക്കോസിൽ പോയിട്ട് എന്തോ കിട്ടിയടാ. അവിടെ അല്ല ദൂഷണം ഉണ്ടാകുന്നത്. ആ ചോദ്യത്തിന്റെ നടുവിൽ ഞങ്ങൾ പെന്തിക്കോസിൽ പോയത് രോഗമില്ലാത്ത ശരീരം കിട്ടാനല്ല. ഞങ്ങൾ പെന്തിക്കോസിൽ വന്നത് സുവിശേഷത്തിന്റെ സത്യം മനസ്സിലായി. ഈ താഴ്ചയുള്ള ശരീരത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആത്മാവിലും സത്യത്തിലും ആരാധിക്കാനാ ഞങ്ങൾ പെന്തിക്കോസിൽ പോയതെന്ന് പറയുമ്പോ അവിടെ ദൈവരാജ്യം മഹത്വപ്പെടുകയല്ലേ. അതുകൊണ്ടല്ലേ എഴുതിയത് ആൾക്കാര്, രോഗമെന്നെ പിടിച്ചൻ, ദേഹം ക്ഷയിച്ചാലുമേ വേഗം വരുമെന്നാഥൻ, ദേഹം പുതു. ഇതല്ലേ സഭയുടെ പ്രത്യാശ. ആ പ്രത്യാശയിൽ നിന്നും വരുന്നതല്ലേ ഈ കിങ്ഡത്തിന്റെ സന്തോഷം. ഇത് കാശുണ്ടാക്കിയ സന്തോഷമല്ല, ഇത് സൂട്ടിട്ട സന്തോഷമല്ല, ഇത് UK വന്ന സന്തോഷമല്ല, ഇത് യേശു എന്നിൽ വന്നതിന്റെ സന്തോഷമാണ്. ദൈവരാജ്യം എന്നുള്ളത് തീറ്റയും കുടിപ്പിന്റെയും കാര്യമല്ല, ഇത് ദൈവത്തിന്റെ ജീവൻ വെളിപ്പെടുത്തുന്നതാ ദൈവരാജ്യം. സമയം കഴിഞ്ഞു. 18ാമത്തെ വാക്യം ഒന്ന് വായിച്ച് അവസാനിപ്പിക്കാം. 18ാമത്തെ ഈ ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടേ 18ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്. എന്തോ ഒരു പ്രാധാന്യമുള്ള വാക്യമാണെന്നറിയാം. അതിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ. ഏതിൽ? അതിൽ. മലയാള പരിഭാഷ വലിയ പ്രയാസമാണ് മനസ്സിലാക്കാൻ. ഇംഗ്ലീഷ് പരിഭാഷ ഇങ്ങനെയാ പറയുന്നത് 18ാമത്തെ വാക്യത്തിൽ, എനിവൺ ഹു സെർവ്സ് ക്രൈസ്റ്റ് ഇൻ ദിസ് വേ. മലയാളത്തിൽ അതിൽ എന്ന് പറയുമ്പോൾ ഏതിൽ, പക്ഷെ ഇംഗ്ലീഷ് വളരെ ക്ലിയർ. ഇഫ് യു ആർ സെർവിങ് ക്രൈസ്റ്റ്
in this way. In this way meaning in righteousness, in peace, and in joy in the Holy Spirit. If you are serving Christ in this way, ദൂഷണം ഉണ്ടാകുന്നതിന് പകരം എന്തോ നടക്കും. ആ വാക്യത്തിലുണ്ട്, ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഇങ്ങനെ യേശുവിനെ സേവിച്ചാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാകുന്നവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇംഗ്ലീഷ് പരിഭാഷ ഞാൻ വായിക്കട്ടെ. ഹി വിൽ റിസീവ് ഹ്യൂമൻ അപ്രൂവൽ. ഇറ്റ്സ് എ ബിഗ് വേർഡ്. എന്തോ അപ്രൂവൽ എന്നറിയാമോ? പെന്തിക്കോസി പോയ ദിവസം മാറി നിന്ന് അച്ചാച്ചനും ഉപ്പാപ്പനും അമ്മായിയും നോക്കുക, എന്തിനായിരിക്കും ഇവര് പോയത്? ഇവര് രാജ്യം വിടാനാന്ന് തോന്നുന്നു, കാശുണ്ടാക്കാനാന്ന് തോന്നുന്നു, മുങ്ങിപ്പോയ അമേരിക്കയെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അതൊക്കെ ആയിരിക്കും ഇവിടെ. They are very confused. Why did we leave certain church traditions? They are looking at our lives. പഴയ കോപമൊക്കെ പോയി കാണുമോ പെന്തിക്കോസി ചെന്നിട്ട്? അപ്പൊ ആൾക്കാരാ പറഞ്ഞ പഴയതിന്റെ ഭിന്നത്തേതായിപ്പോ. ഇപ്പൊ തന്നെ 4 ചർച്ച് ചാടി, എല്ലായിടവും പ്രശ്നം ഉണ്ടാക്കുക. പണ്ടത്തെ ആൾക്കാർ കേൾക്കുമ്പോഴേ പറഞ്ഞ ഇത്രയെല്ലാം ഉണ്ടായുള്ളൂ, ആരെയും അടിച്ചോ പുള്ളി? അടിച്ചില്ല. എന്നാ അത് പെന്തിക്കോസി വന്നതിന്റെ ഗുണമായിരിക്കും എന്ന് പറയും. ഇങ്ങനെ യേശുവിനെ സേവിച്ചാൽ എങ്ങനെ? ജഡത്തിലല്ല, ശക്തിയിലല്ല, നീതിയിൽ, ആത്മാവിന്റെ സന്തോഷത്തിൽ, സമാധാനത്തിൽ യേശുവിനെ സേവിച്ചാൽ you will have God is pleased with your life, God's favor and human approval. എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു രാത്രി അവർ അപ്രൂവ് ചെയ്യത്തില്ല. അവിശ്വാസികൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, കൂട്ടുകാർ നോക്കും. It might take several years. അതിൻ്റെ അവസാനം അവർ പറയും, അച്ചാച്ചൻ ഞങ്ങളുടെ ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്, അച്ചാച്ചൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ ഫോൺ വെച്ച് നിങ്ങൾ ചിന്തിക്കും, റിയലി എന്നെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചോ? കാരണം എന്താണെന്നറിയോ? അവർക്ക് മനസ്സിലായി നിങ്ങളൊരു ഭക്തനായ വ്യക്തിയാണ്. നിങ്ങൾ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അവരുടെ കോൺവെർസേഷൻസ് മാറി. ജസ്റ്റ് ബൈ യുവർ പ്രസൻസ്. നിങ്ങൾ ആ ഭവനത്തിലോട്ട് ചെന്നപ്പോൾ പെട്ടെന്ന് അവര് എന്തോ അറേഞ്ച്മെന്റ് ഒക്കെ നടത്തി. ദേ ആർ ഓൾ ഇൻ എ വെരി ഡിഫറെന്റ് മോഡ്. എന്താ കാരണം എന്നറിയാം? ദേ ഫെൽറ്റ് യു ആർ എ മാൻ ഓഫ് ഗോഡ്. When they attended your son's wedding, they were in tears, not because of the glamour, because of how you exemplified Christ's likeness. ആരും കരയത്തില്ല നമ്മൾ വലിയ വണ്ടിയെ വന്നിറങ്ങിയാൽ. അവരെ ചിന്തിപ്പിക്കാൻ പോകുന്നത് സാക്രിഫിഷ്യൽ ലൈഫാണ്. അവരെ ചിന്തിപ്പിക്കാൻ പോകുന്നത് ഇവരിത്രയും ഉപദ്രവിക്കാൻ നോക്കിയിട്ടും പുള്ളി ഒന്നും ചെയ്തില്ലയോ, അതാ ചിന്തിപ്പിക്കാൻ പോകുന്നത്. അയൽവക്കക്കാരൻ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ടും, ജോലിയിലുള്ള ടീം ലീഡറും ഹെഡും ഇത്രയും പ്രമോഷൻ തടഞ്ഞെങ്കിലും, see his countenance, he is at peace with him, he has joy. പക്ഷെ ഇന്നത്തെ വേദശാസ്ത്രം എന്താണെന്നറിയോ? ആ ഹെഡ് അവിടെ ഇല്ലാത്തപ്പോ പുറകിൽ കൂടെ കയറി ആ കസാര ഒന്ന് കുലുക്കി പ്രാർത്ഥിച്ചോണം. എന്തിനാ കുലുക്കി പ്രാർത്ഥിക്കുന്നത്? ചിലർ പറയുന്നത് എന്തൊക്കെയാണെന്നറിയാം? 5 രൂപ തൊട്ട് എറിഞ്ഞേക്കണം. വിശ്വാസം. എൻ്റെ വാക്കുകൾക്ക് ഞാൻ ഇതിടുക, കാരണം ഇതാ നമ്മുടെ വേദശാസ്ത്രം. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം, ആരാ ശത്രു? ഈ പറയുന്ന ഹെഡ്, ടീം ലീഡർ. എനിക്ക് മാത്രം പ്രൊമോഷൻ തന്നില്ല, അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് ദൈവം പറപ്പിക്കാൻ പോവുക. അപ്പോഴാ ഇന്നത്തെ വേർഷനിലുള്ള ഒരു പ്രോഫറ്റും വന്ന് പറഞ്ഞു, 6 മാസത്തിനുള്ളിൽ നിന്റെ ജോലിയിൽ ഇത് വല്ലോ ഇതിനകത്ത് കാണുന്നുണ്ടോ? ഒരിടത്തെങ്കിലും കാണുന്നുണ്ടോ? മനുഷ്യരെത്ര പൈസ ഉണ്ടാക്കുമെന്നും ഏത് പ്ലെയിനെ കയറുമെന്നും ഏത് രാജ്യത്തിൽ ജീവിക്കാന്നുള്ളതും അല്ല പ്രവാചകന്റെ ദൗത്യം. പ്രവാചകൻ, ബിബ്ലിക്കൽ പ്രോഫറ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ അടങ്ങിക്കിടക്കുന്ന പാപം മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതാ പ്രവചന ശബ്ദം.
അതുകൊണ്ട് ആ ബൈബിളിലുള്ള പ്രവാചകന്മാർക്കെല്ലാം കിട്ടിയത് ഓഡി കാറും മെഴ്സഡീസും അല്ല, അവർക്കെല്ലാം കിട്ടിയത് പൂച്ചെണ്ടുകളല്ല, അവർക്കെല്ലാം കിട്ടിയത് വേദിയിൽ നിന്ന് അവരെ മുടക്കി. ഇവരെ ഇനി ഒരിക്കലും വിളിച്ചു പോരതെന്ന് പറഞ്ഞു. അതാ ജെരമ്യാവിനും എല്ലാവർക്കും ഉണ്ടായേ. അവർക്കെതിരെ എഴുതാൻ തുടങ്ങി. അവർ പ്രസംഗിക്കുമ്പോൾ കമന്റ് എഴുതാൻ തുടങ്ങി. കാരണം ഇതാരെയൊക്കെയോ പിടിച്ചു നിർത്തി അവരെ ഉപദ്രവിക്കുന്ന പോലെ അവർക്ക് തോന്നി. ദൈവവചനം സംസാരിക്കുന്ന ഉൾക്കൊള്ളാൻ വയ്യാതായി. പ്രിയ ദൈവമക്കളെ, ഇങ്ങനെ നാം യേശുവിനെ സേവിച്ചാൽ, ആസ് ചർച്ച് ഓഫ് ഗോഡ് 17th കോൺഫറൻസിൽ നമുക്ക് ഇങ്ങനെ യേശുവിനെ ഒന്ന് സേവിക്കാൻ ഈ ദേശത്തൊത്താൽ, നീതിയിലും സമാധാനത്തിലും ആത്മാവിലുള്ള സന്തോഷത്തിലും സ്നേഹം നമ്മളിൽ നിന്ന് അങ്ങോട്ട് ഒഴുകി ഇങ്ങനെ നമുക്കൊന്ന് സേവിക്കാനൊത്ത ദൈവത്തിന്റെ ഒരു പ്രത്യേക കടാക്ഷം നമ്മുടെ മേൽ വന്ന് വീഴും. ആ ദൈവ കടാക്ഷം കാണുന്നത് ഇവിടെയുള്ള ഒരു സാമഗ്രികളിലുമല്ല. 2 കീബോർഡ് ഉണ്ട്, അയ്യോ ഭയങ്കരമാ, ഇതിലൊന്നും അല്ല ദൈവ കടാക്ഷം കാണുന്നത്. നീതിയുള്ള മനുഷ്യനെ കാണുമ്പോ, ആത്മാവിലുള്ള സന്തോഷത്തെ കാണുമ്പോ സ്വർഗം പറയും, ഗുഡ് ഗുഡ്, യു ആർ ഡൂയിങ് വെൽ, യു ആർ റെപ്രസെന്റിംഗ് മീ വെരി വെൽ ഇൻ യുവർ ടൗൺ, ഇൻ യുവർ സിറ്റി. അങ്ങനെയുള്ളവരെ കുറിച്ച് ലോകവും പറയും, ഗ്രേറ്റ്, ഞങ്ങൾ അന്ന് ഓർത്തു തെറ്റിദ്ധരിച്ചു, പക്ഷേ യുവർ ലൈഫ് ഈസ് എ ചാലഞ്ച് ഫോർ അസ്. അവർ വരും നമ്മുടെ അടുക്ക പ്രാർത്ഥനയ്ക്ക്. ഞാൻ വിശ്വസിക്കുക, നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ രക്ഷിക്കപ്പെടാത്തവരായി ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, എഴുതി വെച്ച് പേരുകളൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ വിശ്വസിക്കുക എന്നോടൊപ്പം, നമ്മുടെ ലൈഫ് കണ്ടിട്ട് വരുന്ന ദിവസങ്ങളിൽ അങ്ങനെയുള്ള ഫ്രൂട്ടുകൾ, അങ്ങനെയുള്ള ഫോൺ കോളുകൾ വരുവാൻ പോകുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതല്ലായിരിക്കാം, വർഷങ്ങൾ പ്രാർത്ഥിച്ചതായിരിക്കാം. It must have taken 20 years for you, but in the coming days believe in faith that you are going to receive calls from all corners. I want to serve the Christ that you are serving. I have seen the joy in your life. I have seen the peace that you have with others. I have seen your righteousness. That is what I want to have in life. നമ്മുടെ കണ്ണുകളെ ദൈവസൽ അടച്ച് തലകളെ വണക്കി ഈ കേട്ട വചനത്തിന്റെ മുമ്പിൽ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരല്പ നിമിഷം സമയം കഴിഞ്ഞു. ഈ വചനത്തോടുള്ള പ്രതികരണം എന്ന് പറയുന്നത് ഇമോഷണൽ ഒരു സ്റ്റിറിങ് അപ്പിനെ കാട്ടിൽ ചിന്തിച്ച്, വചനം കേട്ടല്ലോ, ആ കേട്ട വചനത്തിന്റെ അതിന്റെ മുമ്പിൽ, ഇൻ ഫ്രണ്ട് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ജെനുവിൻലി. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് പറയാൻ ഒക്കും, ഞാൻ ഇങ്ങനെ തന്നെയാ ദൈവത്തെ സേവിച്ചത്, എന്നിൽ ആ നീതി ഉണ്ടായിരുന്നു, എന്നിൽ ആ സന്തോഷവും സമാധാനവും ഒക്കെ. ഞാൻ പറയട്ടെ, നമ്മുടെ പലരുടെയും സ്റ്റോറി ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദിസ്. നമ്മൾ സ്ട്രോങ് ആൾക്കാരെ പോലെ പെരുമാറിയവരാണ്. നമ്മൾ സ്നേഹമില്ലാതെ പല കാര്യങ്ങളും ചെയ്തവരാണ്. എന്നാൽ ഈ 17ാമത് കോൺഫറൻസിന്റെ ഈ രാത്രി സമയം അവസാന നിമിഷങ്ങളിൽ നിങ്ങളിൽ എത്ര പേര് പറയും, I really want to take this message seriously and I am willing to reconsider my priorities. I am willing to reconsider how I perceive my brother. I am going to submit my life so that I will be driven not by freedom but by love. സ്നേഹത്താൽ നയിക്കപ്പെടുവാൻ ഞാൻ സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ സമാധാനം എൻ്റെ മേ വരണം, ആ സന്തോഷം എൻ്റെ മേ വരണം. അങ്ങനെ സമർപ്പിക്കുന്നവരായി ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഒരു നിമിഷം കൈകളെ ഉയർത്താമോ? പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ സന്ദേശത്തിന് മുമ്പിൽ എന്നെ ഏൽപ്പിക്കുന്നു, എൻ്റെ കുടുംബത്തെ ഏൽപ്പിക്കുന്നു. ദൈവരാജ്യത്തിന്റെ നീതിയും ശക്തിയും സന്തോഷവും സമാധാനവും എൻ്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരണമേ കർത്താവേ. കർത്താവെ, ഉയർത്തപ്പെട്ട കരങ്ങളെ ദൈവമുമ്പാകെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിശാച് ബന്ധിച്ചിട്ടതിനെ വചനത്താൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ മുറിച്ച് സ്വതന്ത്രമാക്കി വിടുന്നു. ദൈവത്തിന്റെ നീതി ആ കുടുംബങ്ങളിലേക്ക് വെളിപ്പെടണമേ. ദൈവത്തിന്റെ സമാധാനം ആ സാഹചര്യങ്ങളിലേക്ക് വെളിപ്പെടണമേ. ദൈവിക സന്തോഷം ആ പ്രത്യേക സിറ്റുവേഷനിലേക്ക് വെളിപ്പെടണമേ. ദൈവത്തിന്റെ ഒരു കടാക്ഷം ആ കുടുംബത്തിന്റെ മേൽ ഉണ്ടാകണമേ.
ഞങ്ങളിൽ നിന്നും ദൂഷണം ഉണ്ടാകാതെ, ഞങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം പകരം കിട്ടാതെ ദൈവനാമം ഞങ്ങളിലൂടെ മഹത്വപ്പെടണമേ. ഒരു നിമിഷം നമ്മുടെ കരങ്ങളെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ദൈവരാജ്യത്തിന്റെ ശക്തി, ദൈവരാജ്യത്തിന്റെ സമാധാനം, ദൈവരാജ്യത്തിന്റെ നീതി, ഇങ്ങനെ യേശുവിനെ സേവിച്ചാൽ